ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെന്നൈയിൽ നിന്ന് വിജയവാഡയിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ. ചെന്നൈയിൽ നിന്ന് വിജയവാഡയ്ക്കുള്ള റൂട്ടിൽ ചെന്നൈയിൽ നല്ല മഴയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പക്ഷേ ആന്ധ്രയിലെത്തിയപ്പോൾ നല്ല ചൂടാണ്, മഴയൊന്നുമില്ല. നല്ല ചൂടെന്ന് പറഞ്ഞാൽ 40-45 ഡിഗ്രി കത്തുന്ന ചൂടാണ്. അപ്പോൾ പോകുന്ന വഴി നെല്ലൂരിനടുത്ത് ഒരു റോഡ് സൈഡിലൊരു പനന്തങ്കൊക്കെ വെച്ചിട്ടൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം പനന്തങ്കൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇന്ന് കേരളത്തിൽ നിന്ന് പോന്നിട്ട് തമിഴ്നാട് കഴിഞ്ഞു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ സംസ്ഥാനമായി. അങ്ങനെ പനന്തങ്ക് കഴിച്ച് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും യാത്ര തുടർന്നു. വഴി നീളെ നിറച്ച് ട്രക്കുകൾ കാണാം. ആന്ധ്രയിൽ നിന്നും ഒത്തിരി കേരളത്തിലേക്ക് നെല്ല്, അരിയൊക്കെ വരുന്നതൊക്കെ ആന്ധ്രയിൽ നിന്നാണ്. അതുകൊണ്ട് വഴി നീളെ ട്രക്ക് ലേബൈ, അതായത് ട്രക്കുകൾ ഒതുക്കിയിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാനും, അവർക്ക് അവിടെ ഒരു ധാബ ഉണ്ടാവും ഭക്ഷണം കഴിക്കാനും, പിന്നെ കുളിക്കാനും ബാത്റൂം സൗകര്യമൊക്കെയുള്ള ഒരു ട്രക്ക് ലേബൈ വിശ്രമ കേന്ദ്രം. അത് നല്ലൊരു ഇതാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലില്ല. അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. വഴി നീളെ മറ്റേ ട്രാഫിക്, ഒത്തിരി ട്രക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ രാത്രിയായാൽ ട്രക്കുകളുടെ കളിയാണ് റോഡ് നീളെ. ഈ രാവിലെയും ഉച്ച സമയത്തൊന്നും അധികമില്ല, എന്നാലും ഒത്തിരി ട്രക്കുകളെ കാണാം നമുക്ക് വഴി നീളെ. അങ്ങനെ നെല്ലൂരിൽ നിന്ന് ഗുണ്ടൂർ വഴിയാണ് വിജയവാഡയ്ക്ക് പോകുന്നത്. അപ്പോൾ ഗുണ്ടൂരാണ്. ഉച്ചയായപ്പോഴേക്കും ഗുണ്ടൂരെത്തി. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി അവിടെ ഒരു കടയിൽ നിന്ന് ഊണൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ, അതായത് നമ്മുടെ പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ ഒരു 16 വനിതകളാണ് ഭക്ഷണം കഴിച്ച് കയറി പോകുന്നത്. അതൊരു സംഭവം തന്നെയാണ്. അത്രയും ആൾക്കാരെയും കുത്തി നിറച്ച് പോകുന്ന ഇത് വഴി നീളെല്ലാം ഈ ഓട്ടോറിക്ഷകളിലും ഇങ്ങനെ കാണാനുണ്ട്. ഒത്തിരി ആൾക്കാർ പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ഗുണ്ടൂരിൽ നിന്ന്, ഗുണ്ടൂർ നമുക്കറിയാം ഭയങ്കര ഫേമസ് സ്ഥലമാണ് ഗുണ്ടൂർ. മുളകുകൾ, ചില്ലി സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ. നെല്ലൂരിൽ ഒരു ഫേമസ് സ്ഥലമുണ്ട്, നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നെല്ലൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഉള്ളിലാണ്. ശ്രീഹരിക്കോട്ട, അതുപോലെ തന്നെ കടപ്പ സ്റ്റോൺ, അത് നിലത്ത് വിരിക്കുന്ന ഫേമസ് ആണ്. നെല്ലൂർ മൈക്കകളുടെ വലിയ കോറികളും ഒക്കെ നെല്ലൂർ ധാരാളമായിട്ടുണ്ട്. നെല്ലൂരിൽ നിന്ന് ഞാൻ ഗുണ്ടൂരിലെ പ്രധാന കൃഷി പച്ചമുളക് കൃഷിയാണ്. അവരുടെ മൊത്തം കൃഷിയുടെ 75% പച്ചമുളക് കൃഷിയിലാണ് പോകുന്നത്. അതായത് 18,000 ഹെക്ടർ ഏരിയയിൽ അവർ മുളക് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചില്ലി സിറ്റി എന്ന് ഗുണ്ടൂരിനെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന വറ്റൽമുളക് അവിടെ നിന്നാണ് ഒത്തിരി വരുന്നത്. ബാക്കി കൃഷി നെല്ല്, ഉഴുന്ന്, ചെറുപയർ, ചോളം മുതലായവയാണ്. അവർക്ക് കൃഷി ആവശ്യത്തിന് നല്ല ജലസേചനത്തിന് പറ്റിയ നാഗാർജുന സാഗർ ഡാം ഈ കൃഷ്ണനദിയിലാണ് ഉള്ളത്. അതുകൊണ്ട് കൃഷി ആവശ്യത്തിന് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ്. ഒരു 10 ലക്ഷം ഏക്കർ സ്ഥലത്താണ് നാഗാർജുന ഡാമിൻ്റെ കൃഷി ആവശ്യത്തിന്, ഇറിഗേഷൻ പർപ്പസിന് എത്തുന്ന സ്ഥലത്തിൻ്റെ ഏരിയ 10 ലക്ഷം ഏക്കർ സ്ഥലത്താണ്. ഈ നാഗാർജുന സാഗർ ഡാം നൽഗൊണ്ട ജില്ലയിൽ ആണ്, തെലുങ്കാനയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ഗുണ്ടൂർ ജില്ലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഡാമിന്.
വിജയവാഡ വൈകിട്ട് 5 മണിയായപ്പോഴാണ് എത്തിയത്. അവിടെ അടുത്ത് തന്നെ ഒരു ലോഡ്ജ് കണ്ടുപിടിച്ചു. Y2 ഗ്രാൻഡ് എന്ന ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത്. അവിടെ അടുത്ത് തന്നെ ഒരു ഉണ്ടാവല്ലി കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേവ്സ് ഉണ്ട്. അത് കാണാൻ വേണ്ടി ഞാൻ നേരെ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് വേഗം പോന്നു. അത് ഉണ്ടാവല്ലി കേവ്സ് ചരിത്ര പ്രസിദ്ധമാണ്. 4-5 നൂറ്റാണ്ടുകളിൽ ഗുപ്ത രാജാക്കന്മാർ പണിയിപ്പിച്ചിട്ടുള്ളതാണ്. ഗുപ്ത ശൈലിയിലുള്ള പാറ തുറന്നിട്ടുള്ള ഗുഹ സംശയങ്ങളാണ്. അതിൽ വിഷ്ണുവിൻ്റെയും രാമായണത്തിലുള്ള ശില്പങ്ങളുടെയൊക്കെയാണ് ഗുഹകളിൽ കാണുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. 6 മണിയോടടുത്തായിരുന്നു. 5 മണിക്ക് കേവ് ക്ലോസ് ചെയ്യും. അപ്പോൾ പുറത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു എന്ന് പറയാം. ഉള്ളിൽ കയറേണ്ടതായിരുന്നു, അത് പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ Y2 ഗ്രാൻഡ് റൂമിലേക്ക് തിരിച്ചു പോരാണ്. തൊട്ടടുത്ത് തന്നെ ആ റോഡ് സൈഡിൽ നല്ല വലിയൊരു ഫ്രൂട്ട്സ് കട. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട്. നിറച്ച് മാമ്പഴമാണ് വന്നതാണ്, ഇഷ്ടം പോലെ മാമ്പഴം. അപ്പോൾ ഞാൻ കുറച്ച് മാമ്പഴവും ഞാവൽപ്പഴവും ഒത്തിരി ഉണ്ട്, കുറച്ച് ഞാവൽപ്പഴവും മേടിച്ച് റൂമിൽ വന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ഓട്സൊക്കെ ഉണ്ട്, അവിലൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് ഞാൻ ആ Y2 ഗ്രാൻഡിൽ കൂടി. ആ ഫ്രണ്ടിൽ ഈ റോഡിൻ്റെ ഇരുവശവും ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കടകളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. പോകുന്ന വഴി നമ്മൾ വിജയവാഡയ്ക്ക് അടുക്കാറാവുമ്പോൾ ഒരു അണക്കെട്ട്, ചെറിയ അണക്കെട്ടാണ്. അതായത് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെ വലിയ റോഡുണ്ട്. അതിനെ പ്രകാശം ബാരേജ് എന്ന് പറയും ആ ബ്രിഡ്ജിനെ. അത് വിജയവാഡയ്ക്ക് അടുത്താണ്. ഈ കൃഷ്ണ നദിക്ക് കുറുകെ ഒരു 1.5 കിലോമീറ്റർ നീളത്തിലുള്ളൊരു ആണ് ഈ പാലം. ഈ പാലത്തിൻ്റെ സൈഡിൽ തന്നെ അണക്കെട്ടുമുണ്ട്. അതായത് അതിലൊക്കെ ഷട്ടർ ഇട്ടിട്ടുള്ള അണക്കെട്ടോട് കൂടിയ ഒരു കൃഷ്ണ നദിക്ക് കുറുകെയുള്ള ഒരു ഡാമാണിത്. ഈ ചെന്നൈയിൽ നിന്ന് വിജയവാഡയ്ക്ക് ഏകദേശം ഒരു 457 കിലോമീറ്റർ ദൂരത്തിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. ഒത്തിരി അങ്ങനെയുള്ള ക്യാമറയിൽ പകർത്താൻ പറ്റിയ വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് ഇന്നത്തെ യാത്ര ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബൈക്കിലൊരു ഉള്ള ഒരു യാത്രയായി മാറി. അതെനിക്കറിയാം. അടുത്ത വീഡിയോകളിലൊക്കെ നല്ല നല്ല മറ്റേ വീഡിയോകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വിജയവാഡയിലെ കൃഷ്ണ റിവറിൽ എപ്പോഴും ആൾക്കാർ സ്നാനമൊക്കെ നടത്തുന്നുണ്ട്. അത് ഭയങ്കര വിശ്വാസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് രാത്രിയായ കാരണം അവിടെ ഞാൻ രാത്രിയായപ്പോഴാണ് അവിടെ എത്തിയത്. അത് പിന്നെ പക്ഷേ കുളിക്കുന്നതൊന്നും അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ സ്നാനമൊക്കെ കണ്ട് ഞാൻ മറ്റേ കൃഷ്ണ നദി കടന്നു പോകുന്ന ജില്ലകളിലെല്ലാം ഇഷ്ടം പോലെ കൃഷിയുണ്ട്. നോക്കാത്ത ഒരു ദൂരത്ത് പാടശേഖരങ്ങൾ കാണാം നമുക്ക്. വിളവെടുപ്പ് കഴിഞ്ഞതിനാൽ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുകയാണ് മണ്ണ് പാടങ്ങൾ. അതിലിഷ്ടം പോലെ കന്നുകാലികളും വളർത്തുന്നുണ്ട്. ഇവിടെ കൂടുതലായും എരുമകളെയാണ് കണ്ടത്.
കേരളത്തിലേക്ക് എരുമകളും പോത്തുകളും അറവാവശ്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കയറ്റി വരുന്ന ട്രക്കുകൾ നമുക്ക് സൈഡിൽ കൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.